നവീകരണം പൂർത്തിയാക്കിയ കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയുടെ ഒ.പി. ഉടൻ തുറന്ന് പ്രവർത്തിക്കുക തുടങ്ങി മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൺഓർഗനൈസ്ഡ് എംപ്ലോയീസ് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. പ്രതിഷേധം DCC സെക്രട്ടറി PH നാസർ ഉദ്ഘാടനം ചെയ്തു. നവീകരണം പൂർത്തിയാക്കിയ ഒ.പി. ഉടൻ തുറന്നു പ്രവർത്തിക്കുക, ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും കുറവുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൺഓർഗനൈസ്ഡ് എംപ്ലോയീസ് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി PH നാസർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ രണ്ട് ആശുപത്രിയാണ് പശ്ചിമ കൊച്ചിയിലുള്ളത്. ഫോർട്ട് കൊച്ചിയിലെ താലൂക്ക് ആശുപത്രിയും കരുവേലിപ്പടിയിലെ മഹാരാജ ആശുപത്രിയും. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിട്ടും ബന്ധപ്പെട്ട ഡോക്ടർമാരോ മറ്റു മരുന്നുകളോ ഇല്ലാതെ സാധാരണക്കാരൻ പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അങ്ങനെ നിരന്തരമായ സമരങ്ങളുമെല്ലാം നടത്തിയതിന്റെ ഫലമായി ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒ.പി. വിശാലമായി നല്ല രീതിയിൽ പണിതീർത്തിരിക്കുന്നത്. ഏതാണ്ട് 3 മാസം കഴിഞ്ഞ് അത് പണിതീർത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അത് പൂട്ടിയിട്ടുകൊണ്ട് ഇവിടുത്തെ കൌൺസിൽ താൽക്കാലികമായി പണിത ഷെഡിലാണ് ഇപ്പോഴും ഒ.പി. പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു വാർഡ് ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചുകൊണ്ട് പുതിയതൊരെണ്ണം പണിത് അവിടെ ചെന്നാൽ ഇപ്പൊ കാണാം പാമ്പുകളുടെ കിളയാണ്. കൂടാതെ ഇന്ന് ഒ.പി. എന്ന് പറഞ്ഞ ഒരു കിളിവാതിൽ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ കിളിവാതിലൂടെ പോണെങ്കിൽ ഒ.പി. ടിക്കറ്റ് കൂടാതെ പുറത്ത് വണ്ടി വെക്കുന്നതിന്റെ ഫൈൻ വരെ അടക്കുന്ന രീതിയിലാണെന്ന് ഇവിടെ വരുന്ന രോഗികൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ പണിത് വളരെ വൃത്തിയായിട്ട് അങ്ങനെ ഒരു ഒ.പി. ഉണ്ട്. പക്ഷെ ആർക്കും തുറന്നു കൊടുക്കൂല. അത് എന്റെ സമയം നോക്കി തുറന്നു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെയുള്ള MLA ഇത് മാറ്റിക്കൊണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ആരോടാണ് ഈ കാണിക്കുന്നത്? UWEC സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത്, DCC മെമ്പർ മുഹമ്മദ് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത ഹരികുമാർ, UWEC ജില്ലാ ജനറൽ സെക്രട്ടറി R സന്തോഷ്, PM അസ്ലം, PS സമദ്, R ബഷീർ, മൻസൂർ അലി, അരുൺ കുമാർ, ഷീജ സുധീർ, ലൈല കബീർ, സുനിത ഷമീർ, ഷാജി, ബ്ലോക്ക് ഭാരവാഹികളായ സജി അറക്കൽ, AS ജോൺ, TI നജീബ്, HK നസീർ, പ്രീതി, ജാസ്മിൻ, പുഷ്പ, ഷബന നൌഷാദ്, നവാബ്, അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ എന്തോ തടസ്സപ്പെട്ടിരിക്കുന്നു. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മറ്റു സ്റ്റാഫ് അംഗങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ വന്ന് രോഗം പരിശോധിക്കുന്ന ഒരു ഇടമാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒ.പി. തുറന്നു പ്രവർത്തിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്മേൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ധർണ UWEC ഭാരവാഹികൾ അവസാനിപ്പിച്ചു. ഒരു കൌൺസിലറിന്റെ പരിമിതി നമുക്കറിയാൻ പറ്റും. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ റോഡ് ഉൾപ്പെടെ 10ാം ഡിവിഷന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ കോടികൾ മുടക്കി നടത്തുന്ന ഈ വികസന പ്രവർത്തനം കൊണ്ട് എന്താണ് ഇവിടെ MLA ലക്ഷ്യം വെക്കുന്നത്? ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇതിലേതെടുക്കണ്ടേ? രണ്ടെടുത്തോ? അതെ, ഇതെങ്ങനെയുണ്ട്? എന്റെ മച്ചാനെ ബഡ്ജറ്റ് പറ്റി ടെൻഷൻ എടുക്കണ്ട. 99 സ്റ്റാർട്ട് ചെയ്ത ലേഡീസിന്റെ 1 കളക്ഷൻ അവിടെ ഉള്ളത്. 2 ഷർട്ട് എടുത്താ വെറും 799 രൂപ. ഒന്നും നോക്കണ്ട, ആവശ്യം കൊടുത്തു. ഇനി ബഡ്ജറ്റ് ഒരു പ്രശ്നമേ അല്ല. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.